PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമുദ്രങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് PSC ക്രൗൺ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നമുക്ക് PSC ക്രൗണിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ട്. ഇവിടെ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ഒബ്ജക്റ്റീവ് ടൈപ്സ് നോട്ടുകൾ, അതായത് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന PSC ചോദിക്കാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എത്ര സമുദ്രങ്ങളാണ് മൊത്തം ഈ ലോകത്തുള്ളത്? ലോകത്ത് മൊത്തം എത്ര സമുദ്രങ്ങളുണ്ട്? 5 സമുദ്രങ്ങളാണ് നമുക്ക് ലോകത്തുള്ളത്. എത്ര സമുദ്രങ്ങളാണുള്ളത്? 5 സമുദ്രങ്ങളാണ് ഉള്ളത്. ഈ 5 സമുദ്രങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ സമുദ്രങ്ങൾ എന്ന് പറയുന്നത്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം. ഈ 5 സമുദ്രങ്ങളെക്കുറിച്ചുമാണ്, ഈ 5 സമുദ്രങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോയോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, സമുദ്രങ്ങളെക്കുറിച്ച്, നമ്മുടെ ലോകത്തെ സമുദ്രങ്ങളെക്കുറിച്ച് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് ആദ്യം പസഫിക് സമുദ്രത്തെക്കുറിച്ച് പഠിക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പസഫിക് സമുദ്രത്തിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഫസ്റ്റ് വൺ, ഏറ്റവും വലിയ സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് എന്ന് പറയുന്നത് പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രം, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രം. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രം, ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രം, അതുപോലെ തന്നെ എന്താണ്, ഏറ്റവും ആഴം കൂടിയ സമുദ്രം, ഏറ്റവും ജലം ഉൾക്കൊള്ളുന്ന സമുദ്രം, ഏറ്റവും വലിയ സമുദ്രം. ഈ വിശേഷണങ്ങളെല്ലാം ആർക്കുള്ളതാണ്? പസഫിക് സമുദ്രത്തിനുള്ളതാണ്. അതുപോലെ ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം, ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം. അതുപോലെ തന്നെ ഇതിൻ്റെ വിസ്തീർണം എത്രയാണ്? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പസഫിക് സമുദ്രത്തിൻ്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത്. പസഫിക് സമുദ്രം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സമുദ്രമുണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് വാസ്കോഡ് ബാൽബോ എന്ന് പറയുന്നത്. വാസ്കോഡ് ബാൽബോയാണ് പസഫിക് സമുദ്രം ഉണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തിൻ്റെ ഭൂപടം ആദ്യമായിട്ട് നിർമ്മിച്ച വ്യക്തി, പസഫിക് സമുദ്രത്തിൻ്റെ ഭൂപടം ആദ്യമായിട്ട് നിർമ്മിച്ച വ്യക്തിയാണ് അബ്രഹാം ഓർട്ടേലിയസ് എന്ന് പറയുന്നത്. അബ്രഹാം ഓർട്ടേലിയസ് ആണ് പസഫിക് സമുദ്രത്തിൻ്റെ ഭൂപടം ആദ്യമായിട്ട് നിർമ്മിച്ച വ്യക്തി. അതുപോലെ തന്നെ തമു മാസിഫ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് തമു മാസിഫിന്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് തമു മാസിഫ് എന്ന് പറയുന്നത്. ഈ തമു മാസിഫ് കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ തമു മാസിഫ് കാണപ്പെടുന്നത് എവിടെയാണ്? അത് പസഫിക് സമുദ്രത്തിലാണ്. അതുപോലെ ചലഞ്ചർ ഗർത്തം, മരിയാന ട്രെഞ്ച് തുടങ്ങിയ ആഴം കൂടിയ പ്രദേശങ്ങൾ, ചലഞ്ചർ ഗർത്തവും അതുപോലെ മരിയാന ട്രെഞ്ചും കാണപ്പെടുന്ന എവിടെയാണ്? അത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലാണ് മരിയാന ട്രെഞ്ചും ചലഞ്ചർ ഗർത്തവും ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ പസഫിക് സമുദ്രത്തെ നമ്മളെക്കുറിച്ച് എന്തൊക്കെ നോക്കിയിരുന്നു? പസഫിക് സമുദ്രം ഏറ്റവും ആഴം കൂടിയ സമുദ്രം, ഏറ്റവും ആഴം കൂടിയ സമുദ്രമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ സമുദ്രമാണ്, ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രമാണ്, ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രമാണ്, ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്നു. വാസ്കോഡ് ബാൽബോ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടുപിടിച്ചത്? പസഫിക് സമുദ്രം കണ്ടുപിടിച്ചത്. അബ്രഹാം ഓർട്ടേലിയസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പസഫിക് സമുദ്രത്തിന്റെ ആദ്യമായിട്ട് ഭൂപടം നിർമ്മിക്കുന്നത്. അതുപോലെ ചലഞ്ചർ ഗർത്തവും എന്ത് ഗർത്തമായിരുന്നു? മരിയാന ട്രെഞ്ചും കാണപ്പെടുന്ന പസഫിക് സമുദ്രത്തിലാണ്. അത് തന്നെ തമു മാസിഫ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നതും പസഫിക് സമുദ്രത്തിലാണ്. ഇനി പസഫിക് സമുദ്രത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത്, പസഫിക് സമുദ്രത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് സിംഗപ്പൂരാണ്. പസഫിക് സമുദ്രത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ഏതാണ്? സിംഗപ്പൂരാണ് പസഫിക് സമുദ്രത്തിൻ്റെ താക്കോൽ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പനാമ കനാലാണ്. പസഫിക് സമുദ്രത്തിൻ്റെ കവാടം എന്ന് അറിയപ്പെടുന്നത്. പസഫിക് സമുദ്രത്തിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്ന സിംഗപ്പൂരും പസഫിക് സമുദ്രത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പനാമ കനാൽ
കനാലുമാണ്. അതുപോലെ തന്നെ റിങ്സ് ഓഫ് ഫയർ. എന്താണ് റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത്? പസഫിക് സമുദ്രത്തിലെ അഗ്നിപർവ്വതങ്ങളുടെ കൂട്ടത്തെയാണ് റിങ്സ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ അഗ്നിപർവ്വതങ്ങളുടെ കൂട്ടത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റിങ്സ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇനി പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളുടെ പേരുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് റോസ് സാവേജ്. റോസ് സാവേജ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് വനിതയാണ്. ഈ ഒരു വനിത എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പസഫിക് സമുദ്രത്തിലൂടെ ഒറ്റയ്ക്ക് തുഴഞ്ഞ് റെക്കോർഡിട്ട ഒരു വനിതയാണ്. പസഫിക് സമുദ്രത്തിലൂടെ ഒറ്റയ്ക്ക് തുഴഞ്ഞ് റെക്കോർഡിട്ട വനിതയാണ് ആരെന്ന് പറയുന്നത്? റോസ് സാവേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജെയിംസ് കാമറൂൺ. ജെയിംസ് കാമറൂണിൻ്റെ പ്രത്യേകത, അദ്ദേഹം ചലഞ്ചർ ഗർത്തം, പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ഗർത്തമായിട്ടുള്ള ചലഞ്ചർ ഗർത്തത്തിലേക്ക് തന്നെ യാത്ര നടത്തി, ഏകനായിട്ട് യാത്ര നടത്തിയ വ്യക്തിയാണ് ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന ഇദ്ദേഹം. അതിന് മലബാർ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം, മലബാർ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം കൂടിയാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് സിംഗപ്പൂര്, പസഫിക് സമുദ്രത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് പനാമ കനാല്. അത് നമ്മൾ നോക്കാൻ പോകുന്നത് പസഫിക് കടലിലെ കുറച്ച് കടലുകളെയും കുറിച്ചും ഉൾക്കടലുകളെ കുറിച്ചുമൊക്കെയാണ്. പസഫിക് സമുദ്രത്തിലെ കടലുകളെ കുറിച്ചും ഉൾക്കടലുകളെ കുറിച്ചുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട കടലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഒക്കഡോസ് കടൽ, മഞ്ഞക്കടൽ, സോളമൻ കടൽ, കോറൽ കടൽ, ബൊഹായ് കടൽ, കിഴക്കൻ കടൽ, ചൈനക്കടൽ, ഫിലിപ്പിയൻ കടൽ, ജപ്പാൻ കടൽ. ഇത്രയും കടലുകളാണ് പസഫിക് സമുദ്രത്തിന് ഉള്ളത്. ഏതൊക്കെയാണ് പസഫിക് സമുദ്രത്തിനുള്ള പ്രധാനപ്പെട്ട കടലുകൾ എന്ന് പറയുന്നത്? ഒക്കഡോസ് കടൽ, മഞ്ഞക്കടൽ, സോളമൻ കടൽ, കോറൽ കടൽ, ബൊഹായ് കടൽ, കിഴക്കൻ കടൽ, ചൈനക്കടൽ, ഫിലിപ്പിയൻ കടൽ, ജപ്പാൻ കടൽ. ഇത്രയും കടലുകളാണ് പസഫിക് സമുദ്രത്തിനുള്ളത്. ഇനി രണ്ട് ഉൾക്കടലുകളാണ് പസഫിക് സമുദ്രത്തിനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അലസ്ക ഉൾക്കടലും മറ്റൊന്ന് കാലിഫോർണിയ ഉൾക്കടലും. കാലിഫോർണിയ ഉൾക്കടലും അലസ്ക ഉൾക്കടലുമാണ് നമ്മുടെ പസഫിക് സമുദ്രത്തിന്റെ പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ എന്ന് പറയുന്നത്. നോക്കാൻ പോകുന്ന രണ്ടാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. വലുപ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് പസഫിക് സമുദ്രവും വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത്. അതുപോലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം, ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമായിരുന്നു ഏത്? പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. അപ്പോൾ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രം, ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ തിരക്കേറിയ സമുദ്രം എന്ന പേര് കൂടി നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിനുണ്ട്. തിരക്കേറിയ സമുദ്രം എന്നറിയപ്പെടുന്ന ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ് തിരക്കേറിയ സമുദ്രം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ പ്യൂർട്ടോറിക്കോ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം കൂടിയാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബർമുഡ ട്രയാങ്കിൾ, ഇപ്പോഴും നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്ന ബർമുഡ ട്രയാങ്കിൾ കാണപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ചെകുത്താന്റെ ത്രികോണം എന്നാണ് ബർമുഡ ട്രയാങ്കിളിനെ അറിയപ്പെടുന്നത്. ബർമുഡ ട്രയാങ്കിൾ കാണപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അതുപോലെ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായി മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര കാണപ്പെടുന്നു. അപ്പോൾ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? അത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രമാണ്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തെ കുറിച്ച് നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി? ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. എസ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഗ്രീനിച്ച് രേഖയും അതുപോലെ ഭൂമധ്യ രേഖയും സംഗമിക്കുന്ന സമുദ്രമാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അതുപോലെ തിരക്കേറിയ സമുദ്രമെന്നും പ്യൂർട്ടോറിക്കോ ഗർത്തം കാണപ്പെടുന്ന സമുദ്രമാണ്. അതുപോലെ തന്നെ മരിയാന ബർമുഡ ട്രയാങ്കിൾ, ചെകുത്താന്റെ ത്രികോണം എന്നറിയപ്പെടുന്ന ബർമുഡ ട്രയാങ്കിൾ കാണപ്പെടുന്ന സമുദ്രമാണ്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര, നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏകദേശ മധ്യത്തായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന്
പറയുന്നത്. ചാളക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രം, ചാളക്കടൽ, അതായത് ചാളക്കടൽ കാണപ്പെടുന്ന സമുദ്രം. ചാളക്കടലിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള കടലാണ് ചാളക്കടൽ എന്ന് പറയുന്നത്. ഈ ചാളക്കടൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ചാളക്കടൽ എവിടെ കാണപ്പെടുന്നത്? അത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അതുപോലെ തന്നെ കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന സർഗാസോ കടൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. എന്താണ് കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന സർഗാസോ കടൽ കാണപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അതുപോലെ തന്നെ ടൈറ്റാനിക് കപ്പൽ ദുരന്തം, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തമായിട്ടുള്ള ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്നത് ഏത് സമുദ്രത്തിലാണ്? അത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഏപ്രിൽ 1912 ഏപ്രിൽ 4-ാം തീയതിയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ടൈറ്റാനിക് കപ്പലിൻ്റെ ദുരന്തം നടക്കുന്നത്. അതുപോലെ തന്നെ ഹഡ്സൺ ഉൾക്കടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലാണ് ഹഡ്സൺ ഉൾക്കടൽ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലാണ് ഏത്? ഹഡ്സൺ ഉൾക്കടൽ. ഈ ഹഡ്സൺ ഉൾക്കടൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലായിട്ടുള്ള ഹഡ്സൺ ഉൾക്കടൽ കാണപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അതുപോലെ ചാളക്കടൽ, ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ചാളക്കടൽ കാണപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അതുപോലെ കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നൊക്കെ വിളിപ്പേരുള്ള സർഗാസോ കടൽ കാണപ്പെടുന്നതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഈ ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്നതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. 1912 ഏപ്രിൽ 14-ാം തീയതിയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ഈ ഒരു ടൈറ്റാനിക് കപ്പലിൻ്റെ ദുരന്തം നടക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കുറച്ച് കടലുകളെക്കുറിച്ചും ഉൾക്കടലുകളെക്കുറിച്ചുമാണ്. അപ്പോൾ അത് നമുക്ക് കടലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കടലുകൾ എന്ന് പറയുന്നത് ആഡ്രിയാറ്റിക്, സർഗോസോ കടൽ, ബാർട്ടിക് കടൽ, ഐറിഷ് കടൽ, കരിങ്കടൽ, വടക്കൻ കടൽ. ഇത്രയുമാണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കടലുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഐറിഷ് കടൽ, കരിങ്കടൽ, ബാർട്ടിക് കടൽ, സർഗോസോ കടൽ, ആഡ്രിയാറ്റിക് കടൽ, വടക്കൻ കടൽ എന്നിവയൊക്കെ എന്താണ് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കടലുകളാണ്. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ഉൾക്കടലുകൾ? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഫിൻലാൻഡ് ഉൾക്കടൽ, ഫണ്ടി ഉൾക്കടൽ, മെക്സിക്കോ ഉൾക്കടൽ, ഹഡ്സൺ ഉൾക്കടൽ, മെക്സിക്കോ ഉൾക്കടൽ, ഫണ്ടി ഉൾക്കടൽ, ഫിൻലാൻഡ് ഉൾക്കടൽ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ എന്ന് പറയുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തെക്കുറിച്ചിട്ടാണ്. നമ്മളിനി നോക്കാൻ പോകുന്നത്. വലുപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളത്. വലുപ്പത്തിൽ 3-ാം സ്ഥാനം നിൽക്കുന്ന സമുദ്രമാണ് ഏത്? ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ രത്നകര, പ്രാചീന കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രം അറിയപ്പെട്ടിരുന്നതാണ് രത്നകര എന്ന് പറയുന്നത്. പ്രാചീന കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രം അറിയപ്പെട്ടിരുന്നത് എന്താണ്? രത്നകര എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത് 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത്. അതുപോലെ സുമാത്ര, ജാവ എന്നീ പറയുന്ന ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. സുമാത്ര, ജാവ എന്നീ പറയുന്ന ദ്വീപുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? അത് മഡഗാസ്കർ ആണ്. അതുപോലെ തന്നെ ഈ ഏറ്റവും ചെറിയ ദ്വീപ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ ദ്വീപാണ് ഏത്? മാലിക് ദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ ദ്വീപാണ് മാലിക് ദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ വാർട്ടൺ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. വാർട്ടൺ ഗർത്തം കാണപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ശ്രീലങ്കയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് മൗറീഷ്യസ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന മൗറീഷ്യസും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്ന ശ്രീലങ്കയുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തെ കുറിച്ചിട്ടായിരുന്നു നോക്കിയിരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ 3-ാം സ്ഥാനം
നിൽക്കുന്ന സമുദ്രമാണ്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ്. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത്. അതുപോലെ സുമാത്ര, ജാവ എന്ന് പറയുന്ന ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ ദ്വീപാണ് മാലിക് ദ്വീപ് എന്ന് പറയുന്നത്. വാർട്ടൺ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം, വാർട്ടൺ ഗർത്തം എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത എന്നറിയപ്പെടുന്ന ശ്രീലങ്കയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് മൗറീഷ്യസുമാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട കടലുകളും ഉൾക്കടലുകളുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടലുകൾ എന്ന് നോക്കാം. 2 കടലുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളത്. ഒന്ന് അറബിക്കടലും മറ്റൊന്ന് ചെങ്കടലും. അറബിക്കടലും ചെങ്കടലും ഏതിൻ്റെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയാണ്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ബംഗാൾ ഉൾക്കടൽ, ഏദൻ ഉൾക്കടൽ, അതുപോലെ ഒമാൻ ഉൾക്കടൽ. ഒമാൻ ഉൾക്കടൽ, ഏദൻ കടൽ, ബംഗാൾ ഉൾക്കടലൊക്കെ ആരുടെയാണ്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രധാനപ്പെട്ട ഉൾക്കടലുകളാണ്. സമുദ്രത്തെക്കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. വലുപ്പത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രം, വലുപ്പത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത്. അന്റാർട്ടിക് സമുദ്രത്തിൻ്റെ ഏകദേശ വിസ്തീർണം എത്രയാണ്? 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വലുപ്പത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ്. അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ സമുദ്രം, ഏറ്റവും പ്രായം കുറഞ്ഞ സമുദ്രമാണ് ഏത്? കപ്പിത്താന്മാരുടെ പേടി സ്വപ്നം എന്നറിയപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. കപ്പിത്താന്മാരുടെ പേടി സ്വപ്നം എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് കപ്പിത്താന്മാരുടെ പേടി സ്വപ്നം എന്ന അന്റാർട്ടിക് സമുദ്രത്തെ അറിയാൻ കാരണം? അതായത് ഇവിടെ അതിശക്തമായി വീശുന്ന കാറ്റാണ് അന്റാർട്ടിക് സമുദ്രത്തെ കപ്പിത്താന്മാരുടെ പേടി സ്വപ്നം എന്നൊരു വിളിപ്പേര് കൂടി ഈ സമുദ്രത്തിന് വരാൻ കാരണം. അതുപോലെ ദക്ഷിണ സമുദ്രം എന്ന പേര് കൂടി അന്റാർട്ടിക് സമുദ്രത്തിനുണ്ട്. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രമാണ് ഏത്? അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്റാർട്ടിക് വൻകരയെ ചുറ്റിക്കാണപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അന്റാർട്ടിക് വൻകരയെ ചുറ്റിക്കാണപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഭൗമോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രം കൂടിയാണ് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ഭൗമോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ കാണപ്പെടുന്ന നമ്മുടെ അന്റാർട്ടിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഗർത്തം എന്ന് പറയുന്നത് സൗത്ത് സാൻഡ്വിച്ച് ഗർത്തമാണ്. സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം കാണപ്പെടുന്ന എവിടെയാണ്? അത് നമ്മുടെ അന്റാർട്ടിക് സമുദ്രത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അന്റാർട്ടിക് സമുദ്രത്തെക്കുറിച്ചായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു പ്രത്യേകത? വലിപ്പത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ്. 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കപ്പിത്താന്മാരുടെ പേടി സ്വപ്നം എന്നറിയപ്പെടുന്നു. പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ സമുദ്രമാണ്. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? സൗത്ത് സാൻഡ്വിച്ച് ഗർത്തമാണ് ഇവിടെ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഗർത്തം എന്ന് പറയുന്നത്. മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന ഭൗമോപരിതലമാണ് ഈ സമുദ്രത്തിനുള്ളത്. അതുപോലെ അന്റാർട്ടിക് വൻകരയെ ചുറ്റിക്കാണപ്പെടുന്ന സമുദ്രം കൂടിയാണ് അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അവസാനത്തെ സമുദ്രമായ ആർട്ടിക് സമുദ്രത്തെക്കുറിച്ചിട്ടാണ്. ആർട്ടിക് സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഏറ്റവും ചെറിയ സമുദ്രമാണ്. ഏറ്റവും ചെറിയ സമുദ്രമാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. ആർട്ടിക് സമുദ്രത്തിൻ്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത് 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ആർട്ടിക് സമുദ്രത്തിൻ്റെ ഏകദേശ വിസ്തീർണം എന്ന് പറയുന്നത്. അതുപോലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം, ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ ലവണത്വം ഏറ്റവും കുറഞ്ഞ സമുദ്രം, ലവണത്വം ഏറ്റവും കുറഞ്ഞ സമുദ്രം, ഏറ്റവും കുറഞ്ഞ ആഴം കുറവുള്ള സമുദ്രം, ഏറ്റവും ആഴം കുറവുള്ള സമുദ്രമാണ് ഏറ്റവും ചെറിയ സമുദ്രമാണ്. അതുപോലെ ഉത്തരധ്രുവത്തിൽ കാണപ്പെടുന്ന സമുദ്രം, ലോകത്തിലെ ഉത്തരധ്രുവത്തിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ഏത്? നമ്മുടെ ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രത്തിൻ്റെ ആഴം കൂടിയ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആർട്ടിക് ബേസിൻ എന്ന് പറയുന്നത്. ആർട്ടിക് ബേസിൻ ആണ് ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ കാണപ്പെടുന്ന ദ്വീപ്, നമ്മുടെ ആർട്ടിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ദ്വീപാണ് ബാഫിൻ ദ്വീപ് എന്ന് പറയുന്നത്. ബാഫിൻ ദ്വീപാണ് ആർട്ടിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന വലിയ ദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ ആർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് നമ്മുടെ ഹിമാദ്രി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ ആർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? അത് ഹിമാദ്രിയാണ്. 2008 നോർവേയിലാണിത് സ്ഥാപിക്കുന്നത്. 2008 നോർവേയിലാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിക് ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിൻ്റെ പേര്
പേരാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ആർട്ടിക് സമുദ്രത്തെക്കുറിച്ചിട്ടാണ് നോക്കിയത്. ഏറ്റവും ചെറിയ സമുദ്രമാണ്, ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ്, ലവണത്വം ഏറ്റവും കുറവുള്ള സമുദ്രമാണ്, 14.9 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ആഴം കുറഞ്ഞ സമുദ്രമാണ്, ഉത്തരധ്രുവത്തിൽ കാണപ്പെടുന്ന സമുദ്രമാണ്. അതുപോലെ അതിൻ്റെ ആഴം, ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത് ആർട്ടിക് ബേസിനാണ്. അതുപോലെ തന്നെ ദ്വീപ് സമുദ്രത്തിൽ കാണപ്പെടുന്ന ദ്വീപാണ് ബാഫിൻ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യ ആർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഇത് 2008 നിലവിൽ വരുന്നത്. നോർവേയിലാണ് ഈ ഒരു ഗവേഷണ കേന്ദ്രം നിലവിലുള്ളത്, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ സമുദ്രങ്ങളെ കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. 5 സമുദ്രങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കി. ഏതൊക്കെയായിരുന്നു? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ഇങ്ങനെ 5 സമുദ്രങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് PSC ക്രൗൺ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 12th ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെയും HSI സോഷ്യൽ സയൻസും കേറ്റഡ് കാറ്റഗറി 2 കാറ്റഗറി 3 സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.